ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻഗിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻഗിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വായിച്ച വേദഭാഗത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 47-ന്റെ 2-ാം ഭാഗം ബി പാർട്ടിൽ നമ്മളിങ്ങനെ കാണുന്നു: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്ന സമയത്ത് ദിനം പ്രതി മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ചിലർ ചുമന്നുകൊണ്ട് ദേവാലയത്തിൻ്റെ വാതിക്കൽ ഇരുത്തുന്നൊരു സംഭവം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും. എന്തിനു വേണ്ടിയാണ്? ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടി. ദിവസം മുഴുവനും ഭിക്ഷ യാചിച്ച് കിട്ടുന്നതിൻ്റെ പെർസെൻറ്റേജ് ശതമാനം അനുസരിച്ച് ചുമക്കുന്നവന് കിട്ടും. ഇന്നും ഈ 2 കൂട്ടരെ കാണാൻ സാധിക്കും. ഇങ്ങനെ ദിവസം പ്രതി തുറന്നുകൊണ്ടിരുന്ന ഒരു ദിവസം അപ്പോസ്തലന്മാരിൽ 2 പേര്, അതായത് പത്രോസും യോഹന്നാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, ജന്മനാ മുടന്തനായ മനുഷ്യൻ ഇവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസും യോഹന്നാനും ഇവനെ ഉറ്റുനോക്കി. അവൻ്റെ പ്രതീക്ഷയും വർദ്ധിച്ചു. എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ചിന്തനീയമായ ഒരു വിഷയം, തിണ്ടി തിന്ന് ജീവിക്കുന്ന ഇവൻ്റെ കൈവശം ചില മുതലുകളുണ്ട്. പക്ഷേ അപ്പോസ്തലന്മാരിൽ അതിലല്ല. ദരിദ്രനായ ശിഷ്യന്മാരായിരുന്നല്ലോ. അവരുടെ ധനസമ്പാദന മാർഗങ്ങൾ വലിച്ചെറിഞ്ഞതിനു ശേഷം ക്രിസ്തുവിനെ പിൻപറ്റിയവരാണ്. പത്രോസും യോഹന്നാനും ഈ വാക്ക് ഭിക്ഷ ചോദിക്കുന്നവനിൽ നിരാശയുളവാക്കി. വെള്ളിയും പൊന്നിനും അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കുകയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. പ്രിയ സ്നേഹിതരെ, ഇവൻ ക്ഷണനേരത്തിൽ സൗഖ്യമായി. കാരണം പത്രോസും യോഹന്നാനും അവന് സൗഖ്യം കൊടുത്തു. ഇവിടെ എൻ്റെ ശ്രോതാക്കളോട് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിനക്കുള്ളത് എന്ന് നീ പറയുന്നത് നിന്റെ ഭൗതിക സ്വത്തുക്കളല്ലേ? സ്വർണവും വെള്ളിയും അല്ലേ? ക്രിസ്തുവിന് നിനക്ക് സ്വന്തമായി ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ഉള്ളവന് എത്രയോ സമ്പന്നനാണ്. ക്രിസ്തു ഒരു ധനികനും കർഷകനുമായവനോട് ഇങ്ങനെ പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. കാരണം ഈ ധനവാനായ കർഷകൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ്, എൻ്റെ കളപ്പുര, എൻ്റെ വസ്തുവക. ഈ ഭാഗത്ത് ഈ മനുഷ്യൻ ഒരു സ്വാർത്ഥനാണെന്നും ദൈവമില്ലാത്തവനാണെന്നും കാണാം. കാരണം കർത്താവ് അവനെ മൂഢ എന്നാണ് വിളിച്ചത്.
സങ്കീർത്തനക്കാരൻ 14:1 ഇങ്ങനെയാണല്ലോ പറയുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും. 53-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും ഈ കാര്യം ആവർത്തിച്ചിരിക്കുന്നതിനാൽ ഈ ലൂക്കോസ് 12-ലെ മൂഢനും തൻ്റെ ഭൗതികം പറയാനുണ്ട്, പക്ഷേ തനിക്ക് ആത്മീയം പറയാനൊന്നുമില്ല. മറ്റൊരർത്ഥത്തിൽ ദൈവമേ എന്ന് വിളിക്കാൻ, ദൈവത്തെ സ്വന്തമാക്കാൻ, എൻ്റെ ദൈവമേ എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല. കാരണം മൂഢനാണ്. കർത്താവിനോട് മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ക്രിസ്തുവുള്ളവർക്ക് സമാധാനമുണ്ട്, മാത്രമല്ല മറ്റു ചില അനുഗ്രഹങ്ങളും ഉണ്ടെന്നുള്ളത് നാം മറന്നു കളയരുത്. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിനോട് ഉള്ളവന് സമാധാനമുണ്ട്, ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1 നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ 57:20 വായിക്കുന്നുണ്ട്, പാപികൾക്ക് എന്തില്ല? സമാധാനമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപിയെ നീതിമാനായി അവൻ ഗണിക്കുകയാണ്. റോമർ 5:19 നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 14:27, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇല്ലാത്ത മനുഷ്യർ തമ്മിൽ എന്തിയാണ് സമാധാനം ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവമായിട്ടുള്ള അകൽച്ച, പാപം, അത് ഈ സമാധാനത്തിൽ നിന്നും ദൈവീയ ബന്ധത്തിൽ നിന്നും അവനെ അകറ്റിയിരിക്കുകയാണ്. 2, നിത്യജീവൻ. യോഹന്നാൻ 3:36, റോമർ 6:23 ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റോമർ 5:12 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നാം മരിച്ചവരായിരുന്നു, എന്നാൽ ക്രിസ്തുവേശുവിൽ ഇപ്പോൾ നമ്മെ എന്തിരിക്കുന്നു? ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെയാണ്, യേശുക്രിസ്തുവാണ് നൽകുന്നത്. അതിന് മറ്റൊരു കുറുക്കുവഴി ഇല്ല എന്നുള്ളതും അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിച്ചിരിക്കുകയാണ്. 3-ാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. എഫേസ്യർ 2:18 പാപത്താൽ ദൈവസന്നിധിയിൽ നിന്നും അകന്നവരായ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി ദൂരസ്ഥരായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിലൂടെ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. എഫേസ്യർ 2:13, എബ്രായർ 10:19 മുതൽ 22 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ജീവനുള്ള പുതുവഴിയിലൂടെയുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യാശയുണ്ട്. 1 പത്രോസ് 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം പറയുവാൻ ഒരുങ്ങുന്നവർക്ക് മുമ്പിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരുങ്ങിയിരിക്കണം. ഈ പ്രത്യാശ ഭംഗിമില്ലാത്ത പ്രത്യാശയാണ്. റോമർ 5:5 ഭാഗ്യകരമായ പ്രത്യാശയാണ്. തീത്തോസ് 2:12 പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് എബ്രായ ലേഖനക്കാരൻ 10:23 പ്രബോധിപ്പിക്കുന്നു. 5-ാമത്തെ കാര്യം, ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. എബ്രായർ 10:34 ഈ ഭൂമിയിലെ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും അതുപോലെ തന്നെ അത് ചെയ്യുന്ന ഈ സ്ഥലത്തല്ല നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കണം, പിന്നെയോ സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ നിക്ഷേപം സ്ഥിരമാണ്, അത് അനശ്വരമാണ്. മത്തായി 6:19-20 നമ്മൾ വായിക്കുന്നുണ്ട്. ആകിയാൽ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. അവർക്ക് മാത്രമേ ധൈര്യത്തോടും കറ തീർത്തും സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം തൻ്റെ പുത്രനെ കൈക്കൊണ്ട് പാപമോചനവും സ്വർഗപ്രാപ്തിയും ലഭിച്ചിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ആരെയെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ ക്ഷണിക്കാറുണ്ട്, ആർക്കെല്ലാം ഹൃദയത്തിൽ ഇടം അല്ലെങ്കിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, നിന്നെ പ്രതി സ്വർഗം വിട്ട് താണു വന്ന് പാപവും ശാപവും നിറഞ്ഞ ഈ ഭൂമിയിൽ ദരിദ്രനായി ജനിച്ച് കരം കൊടുക്കുവാനും യാത്ര ചെയ്യുവാനും സ്വന്തമായി ഒരു മൃഗവും ഇല്ലാഞ്ഞു വാടകയ്ക്ക് ഒരു കഴുതയും എടുത്ത് യെരൂശലേം പ്രവേശനം നടത്തി ക്രൂശിലേക്ക് കയറിപ്പോയി രക്ഷയൊരുക്കുവാൻ. ഈ കർത്താവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സന്ദേശം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. അല്ലാത്തവരുടെ കാര്യം ദൈവമാണ് തീരുമാനിക്കുന്നത്. അത് നിത്യമായ നരകത്തിലേക്കാണ് പോകുന്നത്. ഈ ന്യായവിധി രക്ഷപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.